2024 നീറ്റ് എൻട്രൻസ് എക്സാമിൽ രാജ്യത്തിന് അഭിമാനമായി 720-ൽ 720 എന്ന മാജിക്കൽ സ്കോർ നേടി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ബ്രില്യൻറ്റിന്റെ അഭിമാന താരമായ ശ്രീനന്ദ് ശർമിലാണ്. ഓൾ ഇന്ത്യ റാങ്ക് 1-ന് ബ്രില്യൻറ്റ് പ്രഖ്യാപിച്ച സ്കോളർഷിപ്പ് 1 കോടി രൂപയ്ക്കാണ് ശ്രീനന്ദ് ശർമിൽ അർഹനായത്. ഡോക്ടർ ദമ്പതികളായ ഷർമിൽ ഗോപാലിന്റെയും ഡോക്ടർ പ്രിയ ഷർമിലിന്റെയും മകനാണ് ശ്രീനന്ദ്. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ കേരളം അഭിമാനത്തിന്റെ നെറുകയിലെത്തുമ്പോഴും കേരളക്കാർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ബ്രില്യൻറ്റിന്റെ മറ്റു റിസൾട്ടുകളും ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. 2009-ൽ എയിംസ് എൻട്രൻസ് എക്സാമിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജെയ്ബൻ ജോർജ്, 2016-ലെ മെഡിക്കൽ പ്രവേശന പരീക്ഷയിൽ 960-ൽ 960 എന്ന സ്കോർ നേടി കേരളത്തിന് അഭിമാനമായി തീർന്ന മുഹമ്മദ് മുനവ്വർ. ഇവരെല്ലാമായിരുന്നു ശ്രീനന്ദിന്റെ റോൾ മോഡൽസ്. ഇവരിൽ നിന്നും ഉൾക്കൊണ്ട പ്രചോദനമാണ് ശ്രീനന്ദിനെ 720-ൽ 720 എന്ന സ്കോർ കരസ്ഥമാക്കാൻ പ്രാപ്തമാക്കിയത്. മെഡിക്കൽ എൻട്രൻസ് മേഖലയിൽ കേരളം ചരിത്ര വിജയത്തിന്റെ കൊടുമുടികൾ കീഴടക്കിയതിന്റെ എല്ലാവിധ ആവേശവും നിലനിൽക്കെയാണ് സുപ്രീം കോടതി മറ്റൊരു സുപ്രധാനമായ രേഖ പുറത്തുവിടുന്നത്. റിസൾട്ടുകളിൽ ഏറ്റവും അധികം വിജയികളുള്ളതിൽ രാജ്യാന്തര തലത്തിൽ 3-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത് കേരളമാണെന്നും കേരളത്തിലെ കോട്ടയം പട്ടണത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളാണ് ഏറ്റവും മുൻപന്തിയിലുള്ളതെന്നുമുള്ള ഒരു സത്യസന്ധമായ രേഖ സുപ്രീം കോടതി പുറത്തുവിട്ടു. യെസ്, കണ്ണൂരിൽ നിന്നും കോട്ടയത്ത് വന്ന് പഠിച്ച് കോട്ടയത്ത് പരീക്ഷ എഴുതി നീറ്റ് 2024-ൽ രാജ്യത്തെ 1-ാമനായി ശ്രീനന്ദ് മാറിയിരിക്കുകയാണ്. ശ്രീനന്ദിനൊപ്പം കോട്ടയത്തിന്റെ പേര് സുവർണ ലിപികളാൽ രേഖപ്പെടുമ്പോൾ ബ്രില്യൻറ്റിന്റെ അഭിമാന താരങ്ങളായി മുന്നിൽ തന്നെ അണിനിരക്കുന്ന മറ്റ് വിദ്യാർത്ഥികളെയും ഞങ്ങൾക്ക് വിസ്മരിക്കാനാവില്ല. 716 മാർക്കോടെ ബ്രില്യൻറ്റിന്റെ സ്വന്തം പത്മനാഭ മേനോൻ, 715 നേടിയ ദേവദർശൻ ആർ നായർ, 715 നേടിയ അഭിഷേക് വിജയ്, അഭിനവ് സുനിൽ പ്രസാദ്, ഇങ്ങനെ കേരളത്തിന്റെ അഭിമാന താരങ്ങളായി അണിനിരന്നവരെല്ലാം ബ്രില്യൻറ്റിൽ നിന്നുള്ളവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. പുതിയ റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ച ഉടൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ ഡയറക്ടർ ഏറെ ബഹുമാന്യനായ ശ്രീ ജോർജ് തോമസ് പി, ഒപ്പം ബ്രില്യൻ കണ്ണൂർ സെന്റർ ഹെഡ് റോഷ്ന ബിജു, ബ്രില്യൻറ്റിന്റെ മറ്റ് സ്റ്റാഫ് അംഗങ്ങളെല്ലാം ചേർന്ന് 1 കോടി രൂപ സ്കോളർഷിപ്പ് നൽകി ശ്രീനന്ദിനെ അഭിനന്ദിച്ചു. വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് ഏറെ അഭിമാനമുള്ള ഒരു നിമിഷമായിരുന്നു അത്. റിസൾട്ട് അറിഞ്ഞ ഉടൻ തന്നെ ശ്രീനന്ദ് ശർമിലുമായി ബ്രില്യൻ ഡയറക്ടർ ജോർജ് സാർ, കണ്ണൂർ സെന്റർ ഹെഡ് റോഷ്ന മേഡം, ഇവർ രണ്ടുപേരും നടത്തിയ ദ എപ്പിക് ഇന്റർവ്യൂ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. കേട്ടോ, ഇന്ത്യയിലെ 1-ാം സ്ഥാനമാണ്. അതായത് ഈ കണ്ണൂരിൽ നിന്ന് ഇന്ത്യയിലെ 1-ാം സ്ഥാനം അല്ലേ മിസ്സേ? എന്താണ് നിന്റെ 1-ാം സ്ഥാനം കിട്ടിയ നിനക്കുള്ള സന്തോഷം? എന്താണ്? വളരെയധികം സന്തോഷം തോന്നുന്നു. അതുപോലെ എന്റെ അച്ഛന്റെ അമ്മയുടെയും മുഖത്തുള്ള ആ സന്തോഷം കാണുമ്പോൾ തന്നെ എനിക്ക് ജീവിതത്തിൽ നടന്ന ഈ സംഭവം കൊണ്ട് എനിക്ക് വളരെയധികം ആഹ്ലാദപ്പെടുന്നുണ്ട്. കാരണം അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ആ ഒരു ലുക്ക് വരുന്ന എൻ്റെ ഒരു ലൈഫിലെ ഡ്രീം അച്ചീവ് ചെയ്തോന്ന് തന്നെ തോന്നുന്നു. മോനെ കൊള്ളാം. നമുക്ക് മോൻ വിജയിച്ചത് മോന്റെ അച്ഛനും അമ്മയും മാത്രമല്ല, കേരളം മൊത്തം വിജയിച്ചു. ഇന്ത്യയിൽ ഇന്ന് മോൻ അറിയപ്പെടുന്നത് 1-ാം സ്ഥാനമാണ്. ഇത് ഇന്ത്യയിലെ അഭിമാനമാണ്, കേരളത്തിന്റെ അഭിമാനമാണ്, ഞങ്ങളുടെ എല്ലാ അഭിമാനമാണ്. ഇന്ന് മോൻ ഇവിടെ സംസാരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. കണ്ണൂരിന്റെ ബ്രില്യൻറ്റിലെ നമ്മുടെ കെട്ടിടത്തിൽ നിന്നാണ് മോന് സംസാരിക്കുന്നത്. അപ്പം മോന് നമുക്കറിയാം എവിടെയാണ് പഠിച്ചിരുന്നത്? ഞാൻ 10th വരെ ഇവിടെ കണ്ണൂരിൽ തന്നെയാണ് പഠിച്ചത്. പിന്നെ +1 +2 വേണ്ടി ഞാൻ കോട്ടയത്തേക്ക് പഠിച്ചു. അവിടുത്തെ കെ സ്കൂളിലാണ് പഠിച്ചത്. കെ സ്കൂൾ ഏത് സിലബസിലാണ് പഠിച്ചിരുന്നത്? സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പം സ്റ്റേറ്റ് സിലബസിലൊക്കെ എന്താ കാരണം?
സ്റ്റേറ്റ് സിലബസ് ഞാൻ CBSE-യിലായിരുന്നു ആദ്യം പഠിച്ചത്. പിന്നെ സ്റ്റേറ്റ് സിലബസിലേക്ക് ഞാൻ ഇഷ്ടം കൊണ്ട് മാറിയത്. 720 ഔട്ട് ഓഫ് 720 കിട്ടുമെന്ന് മോനെ ആദ്യമേ പ്രതീക്ഷിച്ചിരുന്നല്ല. എങ്ങനെ റിസൾട്ട് എല്ലാം വന്നപ്പം ഈ കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായി. അപ്പൊ ഈ റിസൾട്ടിലേക്ക് വന്നപ്പോൾ മോനിപ്പോ എന്താ മോന്റെ ഫീലിംഗ് എന്ന്? വളരെയധികം ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. റിസൾട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യം എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിരുന്നു. കാരണം എനിക്ക് എക്സാം നല്ല രീതിയിൽ എഴുതാൻ പറ്റിയ നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി എനിക്ക് അധികം ടെൻഷനൊന്നും ഇല്ലാതെ ഞാൻ അടുത്ത കുറച്ച് ദിവസം ചെലവഴിച്ചു. പിന്നെ ആൻസർ കീ ഒക്കെ വന്നിട്ട് വളരെയധികം സന്തോഷമായിരുന്നു. കാരണം ആൻസർ കീ നോക്കിയിട്ട് എനിക്ക് 720 കിട്ടിയെന്ന് മനസ്സിലായി. പിന്നെയാണ് ഈ കോൺട്രവേഴ്സി എല്ലാം തുടങ്ങിയത്. അതിൽ കുറച്ച് ടെൻഷൻ അടിച്ചു. പിന്നെ കോർട്ട് അതിന്റെ വഴിയിൽ തന്നെ പോയി അവസാനം കറക്റ്റായ രീതിയിൽ തന്നെ എല്ലാതും നടന്നു. അതുകൊണ്ട് വളരെ ആഹ്ലാദം. ആ ഫിസിക്സ് ക്വസ്റ്റ്യൻ മോനെ ഉറപ്പായിരുന്നല്ലോ, അത് തന്നെയാ ആൻസർ. മോന്റെ അമ്മയും പറഞ്ഞു, വന്നപ്പം തന്നെ പറഞ്ഞു അത് തന്നെയാ ആൻസർ. കറക്റ്റ് മോനെ. അപ്പം NCERT ക്ലിയർ ആയിരുന്നു അല്ലേ? അതായത് ഇവന് ഒരു ഉറപ്പായിരുന്നു ആൻസർ അല്ല, ഇതായിരുന്നു ആൻസർ. അതുകൊണ്ട് തർക്കിച്ച് അന്നും പറഞ്ഞിരുന്നു. ഇന്ന് അത് കറക്റ്റ് ആയിട്ട് സുപ്രീം കോടതി അത് വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് നല്ല നേട്ടമുണ്ട്. മോനെ മാമാനത്ത് കൊച്ചു സ്റ്റേറ്റ് സിലബസിലാണ് എടുത്തത്. അവിടുത്തെ പഠിത്തത്തിൽ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു മോന്റെ പെർഫോമൻസ്? ക്ലാസ്സിലെല്ലാം നല്ല പെർഫോമൻസ് തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. എത്ര മാർക്ക് കിട്ടിയായിരുന്നു പ്ലസ് ടു പരീക്ഷയ്ക്ക്? എനിക്ക് സയൻസിലാകെ 1 മാർക്കാണ്. ഒരു മാർക്ക് പോയിട്ടുള്ളൂ. അപ്പം പല എൻട്രൻസ് പരീക്ഷകൾ നടക്കുമായിരുന്നു. ബ്രില്യന്റ് എൻട്രൻസ് പരീക്ഷ നടക്കുമായിരുന്നല്ലോ. മാനാനത്ത് സ്റ്റേറ്റിൽ പഠിക്കുമ്പോൾ ബ്രില്യന്റിന്റെ ക്ലാസ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. അപ്പം മാനാനത്ത് ക്ലാസ് ഉള്ളപ്പോൾ ടൈം എപ്പോഴൊക്കെ ആയിരുന്നു? ദിവസത്തിൽ 3-4 മണിക്കൂർ ബ്രില്യന്റിന്റെ കോച്ചിങ് ക്ലാസ്സസ് ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി സമയം സ്കൂളിന്റെ ക്ലാസ്സസും അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ സ്കൂളിൽ ഞാൻ കേട്ടിട്ടുണ്ട് മോൻ സ്കൂളിൽ ചേർന്ന് പിന്നെ വീട്ടിൽ പോയിട്ടില്ലെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അധികം അങ്ങനെ വീട്ടിൽ പോകാറൊന്നും ഉണ്ടായിരുന്നില്ല. പാരന്റ്സ് അവിടെ ഒരു 1-2 മാസം കൂടുമ്പോൾ വന്ന് വിസിറ്റ് ചെയ്തു. എന്തായിരുന്നു പാരന്റ്സിന്റെ ജോലി? പാരന്റ്സ് എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്റെ അച്ഛൻ ഒരു ഒഫ്താൽമോളജിസ്റ്റ് ആണ്. ഇവിടെ കണ്ണൂരിൽ ആസ്ട്രോളജിയിലോ കണ്ണൂർ ആസ്ട്രോളജിസ്റ്റിൽ. അമ്മയോ? അമ്മ ഒരു അനസ്തറ്റിസ്റ്റും തലശ്ശേരി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. കൊച്ചിന്റെ വീട്ടിൽ പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്? എന്റെ അനിയത്തിയുണ്ട്. അവളിപ്പോൾ 10ാം ക്ലാസ്സിൽ ഇവിടെ സെന്റ് തെരേസാസിൽ പഠിക്കുന്നത്. പിന്നെ എന്റെ അച്ഛനും ഉണ്ട് അവിടെ. മുത്തച്ഛനുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒരു പിന്തുണ മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതായത് പഠിക്കാൻ വേണ്ടി തന്നെ 2 വർഷം മാമാനത്ത് പോയി നിന്നു. പിന്നെ എൻട്രൻസിന്റെ പരീക്ഷ മോൻ എവിടെയാണ് എഴുതുന്നത്? ഞാൻ കോട്ടയത്ത് തന്നെ എഴുതുന്നത്. കോട്ടയത്ത് തന്നെ എഴുതുന്നത്. കണ്ണൂർ സ്വദേശാണെങ്കിൽ കോട്ടയത്ത് എഴുതുക. അപ്പൊ അങ്ങനെ കോട്ടയം ഇന്ത്യയുടെ 3ാം സ്ഥാനത്ത് വന്നു. അപ്പൊ മോന് അതിലൊരു ക്രെഡിറ്റ് ഉണ്ട് 3ാം സ്ഥാനം. അപ്പം കോട്ടയം ഇന്ത്യയുടെ 3ാം സ്ഥാനം വന്നത് സുപ്രീം കോടതിയാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും മോന് തന്നെ ഉണ്ട്. മോനോട് പരീക്ഷ എഴുതി, മോന്റെ കൂട്ടുകാർ നന്നായി എഴുതി. അങ്ങനെ കേരളത്തിൽ 1ാം സ്ഥാനം നേടി. ഈ നെറ്റിന്റെ പരീക്ഷയിൽ മോൻ അറിയാമോ? ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ കേരളം 3ാം സ്ഥാനമാണ് അല്ലേ? അതിനും നിങ്ങളുടെയൊക്കെ പ്രവർത്തനമുണ്ട്, ശക്തിയായിട്ടുണ്ട്. ഓക്കെ. മോന് 10ാം ക്ലാസ് മുതൽ ബ്രില്യന്റിൽ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പൊ മറ്റേ ചോദിക്കട്ടെ, ഇതേ കണ്ണൂരിൽ തന്നെ നേരത്തെ ഒരു കേരളത്തിൽ ഒരു 1ാം റാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു 960-ൽ 960, 960 ഔട്ട് ഓഫ് 960. അത് മുഹമ്മദ് മനൂർ, അത് തലശ്ശേരിക്കാരനാണ്. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു 1ാം റാങ്ക് കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഇന്ത്യയില്. അത് ആരാന്നറിയാമോ? ഈ 2 പേരുടെയൊക്കെ നേരത്തെ ഓർമ്മ അറിയായിരുന്നോ? അതെ. അപ്പം കേരളത്തില് നമ്മൾ ആദ്യത്തെ ആളല്ല, പക്ഷെ അവരൊക്കെ നേരത്തെ മേടിച്ചിരുന്നു. അത് വലിയൊരു മുതൽക്കോട്ടാണ് അല്ലേ? ആണോ? പറഞ്ഞിരുന്നോ? ജെയ്ബിൻ ജോർജ് ഇപ്പൊ അവിടെ ഉണ്ട്. മറ്റേ മുഹമ്മദ് മനൂർ മോന്റെ ആഗ്രഹം എവിടെ പഠിക്കണം എന്നാണ്? എയിംസ് ഡൽഹിയിൽ തന്നെ പഠിക്കണം എന്നാണ്. ഇപ്പോൾ മോന് ഇപ്പൊ 1ാം റാങ്ക്, ഇന്ത്യയിൽ 1ാം റാങ്ക് കിട്ടിയല്ലോ. അതിന് ബ്രില്യന്റ് സ്കോളർഷിപ്പ് ആയിട്ട് എത്ര രൂപ തരുന്നു മോൻ അറിയാമോ? 1 കോടി രൂപ. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സ്കോളർഷിപ്പാണ്. അതിന് മോന് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്തുകൊണ്ടാണ് ഞങ്ങൾ 1 കോടി രൂപ പ്രഖ്യാപിച്ചിരുന്ന മോൻ അറിയാമോ? യെസ്. അതായത് ഞങ്ങൾ 10 വർഷം മുമ്പ് ഞങ്ങളുടെ മാനേജ്മെന്റ് ഒരു തീരുമാനമെത്തി, കേരളത്തിൽ നിന്ന് ഒരാൾ ഇന്ത്യയിലെ ഫസ്റ്റ് എത്തണം. അപ്പോൾ നമ്മൾ വലിയ ഒരു തുക സമ്മാനമായിട്ട് പ്രഖ്യാപിച്ചു. നേരത്തെ നമ്മൾ IITക്ക് അത് പ്രഖ്യാപിച്ചിരുന്നു. അവിടെ 3ാം റാങ്ക് എത്തി 50 ലക്ഷം രൂപ തോമസ് വിജു കരസ്ഥമാക്കി. ഇത് ഇപ്പോൾ മോനും അത് കരസ്ഥമാക്കി. അതായത് മലയാളികൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പോൾ മോൻ 1ാം തരം മലയാളിയാണ്, കേരളത്തിന്റെ അഭിമാനമാണ്.
കണ്ണൂരിന്റെ അഭിമാനം. കണ്ണൂരിന്റെ അഭിമാനമാണ്. അതെ. കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി കണ്ടുവരുന്നതാണ്. അതെ. അത് ഇന്ത്യയിലെ 1ാം റാങ്കിൽ കൊണ്ടുവരുന്നതാണ്. നീറ്റിന്റെ റിസൾട്ട് ആദ്യം വന്നെന്നായിരുന്നു 4. അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് മോന് 1ാം റാങ്ക് കിട്ടി. അപ്പൊ നിനക്ക് ആരോടൊക്കെയാണ് അതിന്റെ കടപ്പാടുള്ളത്? അച്ഛനോടുണ്ട് കടപ്പാട്, അമ്മയോടുണ്ട്, പഠിച്ച സ്കൂളിനോടുണ്ട്, പഠിപ്പിച്ച ബില്ലിനോടുണ്ട്, കൂടാതെ ഇനി ആദ്യമൊക്കെ കടപ്പാടോടുണ്ടോ? സുപ്രീം കോടതിയോടുണ്ട്. സുപ്രീം കോടതിയോട് വളരെയധികം നന്ദിയുണ്ട്. കാരണം അവരാണ് ഇതിന്റെ കറക്റ്റായ മുന്നിലോട്ടേക്ക് കൊണ്ടോ. അവരില്ലാതെ എനിക്ക് തലയുറച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇതിനെ പോലെ അനേകം കുട്ടികൾ ഇത് സന്തോഷിപ്പിച്ചു അല്ലേ? മോന് മാങ്ങാനത്തിലാണല്ലോ പഠിക്കാൻ എത്തിയത്. അപ്പൊ സ്വാഭാവിക ആദ്യം അവിടെ പഠിക്കാൻ എത്തിയപ്പോഴുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? അവിടെ എങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിരുന്നു പഠിക്കാൻ? ഞാൻ അവിടെ ഹോസ്റ്റലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് അവിടെ വന്നു ചേർന്നു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് വിഷമമുണ്ടായിരുന്നു. പാരൻസിനായിട്ട് ആദ്യമായിട്ടാണ് പുറത്ത് വയ്ക്കുന്നത്. എനിക്ക് അതിൻ്റെ ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ അതിനോട് അഡ്ജസ്റ്റ് ആയിട്ട് പോയി. അവിടുത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നല്ലതായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും. അവിടുത്തെ ക്ലാസ്സസും എല്ലാം വളരെ കോംപ്രിഹെൻസീവ് ആയിരുന്നു. അവിടുത്തെ കോർഡിനേറ്റർ, ടീച്ചർ, ക്ലാസ് ടീച്ചർ, എല്ലാം വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നതായിരുന്നു. മാത്രമല്ല അവിടുത്തെ എക്സാംസും. മോന്റെ മെന്റർ ആരായിരുന്നു? കമൽ സർ. അമൻ സാർ. പിന്നെ കോർഡിനേറ്റർ ആരായിരുന്നു? ഇതെല്ലാം ബ്രില്യന്റിന്റെ മോനെ സഹായിച്ച ആൾക്കാരാണ് അല്ലേ? മോനെ സ്കൂളിന്റെ ക്ലാസ്സും ബ്രില്യന്റെ ക്ലാസ്സും ഒരേപോലെ എങ്ങനെ മുന്നോട്ട് പോകാം? അവിടുത്തെ ഈ ക്ലാസ്സിന്റെ ഒരു മാനേജ്മെന്റ് തന്നെ വളരെയധികം നല്ലതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മുന്നോട്ടേക്ക് കൊണ്ടാൽ അത്രയ്ക്കും പാടൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇതെല്ലാം ഒരേ സിലബസ് ആയതുകൊണ്ട് തന്നെ ഒരേ രീതിയിൽ തന്നെ പഠിച്ചുകൊണ്ടുപോയിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പഠിച്ചുകൊണ്ട് സെയിം സിലബസ് ആയിരുന്നു. മോന്റെ മെന്ററും കോർഡിനേറ്ററും എന്നോട് പറഞ്ഞിട്ടുണ്ട്, എപ്പോ പരീക്ഷിച്ചാലും മിക്കവാറും മോൻ തന്നെയാണ് അവിടുത്തെ ഫസ്റ്റ്. മിക്കവാറും ഫുൾ മാർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അന്നേ അവർ നിശ്ചയിച്ചിരുന്നു മോന് ഫുൾ മാർക്ക് കൊടുക്കും അല്ലേ? അവര് പറഞ്ഞിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ പറഞ്ഞിരുന്നത്? എന്റെ കണ്ണൻ സാറൊക്കെ രാത്രി വിളിച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നു. അവർ പറഞ്ഞിരുന്നു അങ്ങനെ 720 ഔട്ട് ഓഫ് 720 പരീക്ഷിക്കുമ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. മോനെ ബ്രില്യന്റെ ക്ലാസ്സസിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാമോ? എന്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അവരെല്ലാം സാർമാരെല്ലാം ബേസ് മോഡൽ തന്നെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകും. അതുകൊണ്ട് മോഡൽ എക്സാംസ് ഒക്കെ വരുമ്പോൾ, ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ അറിയാത്തത് പോലും ആണെങ്കിൽ പോലും കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്കത് വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മോൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഡൗട്ടുള്ള സമയത്തൊക്കെ സാർമാരോട് ചോദിച്ചിട്ടുണ്ട്. സൺഡേസ് ഒക്കെ സെൻട്രൽ കോർഡിനേറ്റർ വെച്ച് സാർമാരെ വിളിച്ചിട്ട് ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി അവിടെ കേൾക്കുമായിരുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഡൗട്ട് അതെ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇവിടെ മെന്റേഴ്സ് പറഞ്ഞ ടീച്ചേഴ്സും പറഞ്ഞിട്ടുണ്ട്, മോനെ NCERT കാണാപ്പാടം പോലെ അറിയാം. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഏത് ഏരിയയിൽ നിന്നാണ് പറയാൻ പറ്റുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ് ആക്കിയത്? NCERT ഞാൻ ബയോളജി NCERT ആണ് മെയിനായിട്ട് നല്ലപോലെ വായിച്ചിരുന്നത്. ബാക്കി എല്ലാതും ഞാൻ തറവാക്കാൻ നോക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റി ഇപ്പം എക്സാം. ഫിസിക്സ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ NCERT എന്ന് പറഞ്ഞൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ്. ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും NCERT ഏത് പേജിൽ നിന്നാണ് പറയാൻ പറ്റുമായിരുന്നു അല്ലേ? അത്രയും തറവായിട്ട് പഠിച്ചിട്ടുണ്ട്. അത് വലിയ നേട്ടമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം സാധാരണ കുട്ടികളൊക്കെ ഇതിനെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് മോന്റെ ഒരു പ്രചോദനമാവും ഞാൻ മനസ്സിലാക്കിയത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.